ശബരിമലയെ ലോകഭൂപടത്തിൽ അടയാളപ്പെടുത്തുന്ന പദ്ധതിക്കാണ് സംസ്ഥാന മന്ത്രിസഭ അംഗീകാരം നൽകിയതെന്ന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്ത്. ശബരിമലയുടെ സമഗ്ര വികസനത്തിന് 778 കോടി രൂപയുടെ പദ്ധതിക്ക് മന്ത്രിസഭ അംഗീകാരം നൽകിയതിന് പിന്നാലെയാണ് ദേവസ്വം ബോർഡ് പ്രസിഡന്റിന്റെ പ്രതികരണം. മാസ്റ്റർ പ്ലാനിന് അനുസൃതമായുള്ള ലേഔട്ട് പ്ലാനിനാണ് മന്ത്രിസഭ അംഗീകാരം നൽകിയത്. നിലയ്ക്കലിനെ സമ്പൂർണ്ണ ബേസ് ക്യാമ്പാക്കി ടൗൺഷിപ്പാക്കാനാണ് പ്രധാനമായും ലക്ഷ്യമിടുന്നത്. 10,000 പേർക്കുള്ള താമസം, വാഹന പാർക്കിംഗ്, അനുബന്ധ സൗകര്യങ്ങൾ എന്നിവയെല്ലാം നിലയ്ക്കലിൽ ഒരുങ്ങും. ദേവസ്വം ബോർഡിനെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ പ്രത്യേകിച്ച് ശബരിമലയെ സംബന്ധിച്ചിടത്തോളം ഒരു പുതിയ നാന്ദിക്ക് തുടക്കം കുറിക്കുകയാണ്. ശബരിമല എന്ന് പറയുന്ന മഹാക്ഷേത്രത്തെ ലോക ഭൂപടത്തിൽ അടയാളപ്പെടുത്താൻ പോവുകയാണ്. ശബരിമല എന്ന് പറയുന്നത് മതസൗഹാർദ്ദത്തിനൊരു പ്രതീകമാണ്. ലോകത്തിൽ തന്നെ ഏറ്റവും പ്രത്യേകമായൊരു ക്ഷേത്രമാണ്. അതിൻ്റെ കാര്യങ്ങൾ ലോകമറിയാൻ പോവുകയാണ്. അതിന് ഈ മാസ്റ്റർ പ്ലാനോടുകൂടി ഗവൺമെൻറ് തുടക്കം കുറിച്ചിരിക്കുകയാണ്. അനിവാര്യമായ അക്കോമഡേഷൻസൊക്കെ ഒഴിച്ച് ബാക്കി മുഴുവൻ പാർക്കിങ്ങും എല്ലാ സംവിധാനങ്ങളും നിലയ്ക്കലേക്ക് മാറ്റുകയാണ്. ഒരു ടൗൺഷിപ്പായി നിലയ്ക്കൽ മാറുകയാണ്. പദ്ധതി പ്രകാരം സന്നിധാനം, പമ്പ, നിലയ്ക്കൽ എന്നിവിടങ്ങളിലെ വികസന പ്രവർത്തനങ്ങൾ 2039 പൂർത്തിയാകും. കേന്ദ്ര സർക്കാരിൻ്റെയും കേന്ദ്ര പൊതുമേഖലാ സ്ഥാപനങ്ങൾ അടക്കമുള്ളവയുടെയും ധനസഹായം പദ്ധതിക്കായി വേണ്ടിവരും. കൈരളി ന്യൂസ്, സന്നിധാനം.